ഒന്ന് ദിനവൃത്താന്തം അധ്യായം 14. സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും അവനൊരു അരമന പണിയേണ്ടതിന് ദേവദാരുക്കളെയും കൽപ്പണിക്കാരെയും ആശാരിമാരെയും അയച്ചു. യഹോവയുടെ ജനമായ ഇസ്രായേൽ നിമിത്തം തന്റെ രാജ്യത്വം ഉന്നതി പ്രാപിച്ചതിനാൽ തന്നെ യഹോവ ഇസ്രായേലിനെ രാജാവായി സ്ഥിരപ്പെടുത്തി എന്ന് ദാവീദിന് മനസ്സിലായി. ദാവീദ് യെരൂശലേമിൽ വെച്ച് വേറെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു. വളരെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യെരൂശലേമിൽ അവന് ജനിച്ച മക്കളുടെ പേരുകളാവത്: ശമൂവ, ശോവാബ്, നാദാൻ, ശലോമോൻ, ഇബ്ഹാർ, എലീശുവ, എൽ പേലെത്ത്, നോഗഹ്, നേഫഗ്, യാഫിയ, എലിശാമ, ബെല്യാദ, എലിഫെലത്ത്. ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി അഭിഷേകം കഴിഞ്ഞു എന്ന് ഫെലിസ്തർ കേട്ടപ്പോൾ ഫെലിസ്തരൊക്കെയും ദാവീദിനെ പിടിപ്പാൻ ചെന്നു. ദാവീദ് അത് കേട്ട് അവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഫെലിസ്തർ വന്ന് രഫായും താഴ്വരെ പരന്നു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഞാൻ ഫെലിസ്തരെ നേരെ പുറപ്പെടണമോ, അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, പുറപ്പെടുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവർ ബാൽ പെരാസീമിൽ ചെന്നു. അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ ദൈവം എന്റെ ശത്രുക്കളെ എന്റെ കൈയാൽ തകർത്തു കളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽ പെരാസീം എന്ന് പേർ പറഞ്ഞു വരുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ വിട്ടേച്ചു പോയി. അവയെ തീയിലിട്ട് ചുട്ടു കളവാൻ ദാവീദ് കൽപ്പിച്ചു. ഫെലിസ്തർ പിന്നെയും താഴ്വരയിൽ വന്നു പരന്നു. ദാവീദ് പിന്നെയും ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട്, അവരുടെ പിന്നാലെ ചെല്ലാതെ അവരെ വിട്ടുതിരിഞ്ഞ് ഭാഗാവർഷങ്ങൾക്കെതിരെ അവരുടെ നേരെ ചെല്ലുക. ഭാഗാവർഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക. ഫെലിസ്തരുടെ സൈന്യത്തെ തോൽപ്പിപ്പാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു അരുളി ചെയ്തു. ദൈവം കൽപ്പിച്ച പോലെ ദാവീദ് ചെയ്തു. അവർ ഗിബെയോൻ മുതൽ ഗേസർ വരെ ഫെലിസ്തർ സൈന്യത്തെ തോൽപ്പിച്ചു. ദാവീദിന്റെ കീർത്തി സകല ദേശങ്ങളിലും പരക്കുകയും യഹോവ അവനെയുള്ള ഭയം സർവ്വജാതികൾക്കും വരുത്തുകയും ചെയ്തു.